ഹായ് എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 വേണ്ടിയിട്ടാണ്. അപ്പോൾ +1 എക്സാംസ് ഒക്കെ വരാൻ പോവുകയാണ്. അവർക്ക് മോഡൽസ് ഉടനെ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് മോഡൽ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മെയിൻ എക്സാമിനും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പം 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമാണ് അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ പുതിയൊരു ഇതും കൂടെ വെച്ചിട്ട് പുതിയൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ വർഷങ്ങളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് +1 വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന് വരും, ഈ ടോപ്പിക്കിൽ നിന്ന് വരും, ആ ടോപ്പിക്കിൽ ഇത്ര മാർക്കിന് വന്നാൽ എത്ര മാർക്കിന് നിങ്ങൾ എഴുതണം, ഏതൊക്കെ മാർക്കിനായിരിക്കും ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരാൻ പറ്റും, എത്ര മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റും, ഇതായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് +1 വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 17 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പല രീതിയിലാണ് ഇതിൻ്റെ മാർക്ക് സിസ്റ്റം ചോദിച്ചേക്കുന്നത്. അതായത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അത് ചിലപ്പം നമുക്ക് 3 ലോസ് പഠിക്കാനുണ്ട്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കാനുണ്ട്, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിക്കാനുണ്ട്, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 3 ലോസിലും പിന്നെ ഗെലുസ്ലാക്സ് ലോ ഉണ്ട്, അവഗാഡ്രോസ് ലോ ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് എക്സാമിന് ചോദിക്കാറുമില്ല അങ്ങനെ വലുതായിട്ട്. ഈ ആദ്യത്തെ 3 ലോസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇത് 3 നമുക്ക് മാറിയും തിരിഞ്ഞും ചോദിക്കുന്നത്. പിന്നെ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ വരുന്നത്. അതും ഈ 3 ലോസുമാണ് നമുക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 മാർക്കിന് നമുക്ക് ചോദിക്കാം. കാരണം 2 എക്സാമ്പിൾ, 2 ആൾക്കാർ 2 മോളിക്യൂളിനെ തന്നിട്ട് ഇത് ഏത് ലോയെ ബേസ് ചെയ്യുന്നു, ആ ലോ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഒന്ന് വീതം 2 മാർക്ക്. അങ്ങനെയായിരിക്കും മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനകത്ത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താണ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 2 മാർക്കിന് ചോദിക്കും. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്ക് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്, സം ബേസിക് കോൺസെപ്റ്റ്സിനകത്ത് വരുന്നതാണ്. അപ്പം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ 3 മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഈ 3 ലോസും എൻ്റെ ടോപ്പിക്കിൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കും ഞാൻ പഠിക്കാനത് വേണ്ടി മാറ്റി വെച്ചേക്കുകയാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. രണ്ടാമത് നമുക്ക് ചോദിക്കുന്നത് എല്ലാവർക്കും പാടുള്ളൊരു പോർഷനാണ്, അതായത് മോൾ കൺസെപ്റ്റ്, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല. അപ്പം മോൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോളുകളുടെ എണ്ണമായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റംസിൻ്റെ എണ്ണമായിരിക്കും, അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എണ്ണമായിരിക്കും, അല്ലെങ്കിൽ STPയുടെ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതേവരെ ചോദിച്ചൊരു പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ മോൾ കൺസെപ്റ്റിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ നമുക്ക് 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം കൂടുതലും അവർ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുലയോ അല്ലെങ്കിൽ നമ്മുടെ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസോ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഈ മോൾ കൺസെപ്റ്റ് അങ്ങനെ നമുക്ക് വലുതായിട്ട് ചോദിച്ചിട്ടില്ല. എന്നാലും 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പല ഇയറിലായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 1 മാർക്കിനോ 2 മാർക്കിനോ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അതിനപ്പുറത്തോട്ട് നിങ്ങൾ വലുതായിട്ട് പ്രതീക്ഷ കൊടുക്കണ്ട. അപ്പം മോൾ കൺസെപ്റ്റിൽ നമുക്ക് എളുപ്പ വഴിയുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അപ്പോൾ എളുപ്പ വഴി എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ മാക്സിമം പ്രതീക്ഷിച്ചാൽ മതി. അതിനപ്പുറത്തോട്ട് വലിയ പ്രതീക്ഷ കൊടുക്കേണ്ട ഒരു ടോപ്പിക്കല്ല മോൾ കൺസെപ്റ്റ്. ഓക്കെ, പിന്നെ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല, അത് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരുപാട് വട്ടം നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു മോളിക്യൂളിൻ്റെ എംപിരിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. 1 മാർക്കിനൊന്നും ഇതേവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ 3 മാർക്കിനും 2 മാർക്കിനും സ്ഥിരമായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല, അല്ലെങ്കിൽ മറ്റേ ബോക്സ് ഒക്കെ വരച്ച് പെർസെൻറ്റേജ് അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, സിമ്പിൾ റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ ഒക്കെ എഴുതി എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിച്ച് പിന്നെ അതിൽ നിന്ന് മോളിക്കുലർ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കുന്ന ആ ടെക്നിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണകളിലായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. ഡെഫിനറ്റ്ലി എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനോ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ പല വർഷങ്ങളിലായിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തരുന്നൊരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. നിങ്ങൾക്ക് ആ ഡെഫിനിഷനൊക്കെ അറിയാമായിരിക്കും. ചിലപ്പോൾ ഡെഫിനിഷൻ മാത്രമായിട്ട് 1 മാർക്കിന് ചോദിച്ച കേസസ് ഉണ്ട്. പിന്നെ ലിമിറ്റിംഗ് റിയേജൻറ്റ് മാത്രമായിട്ട് കെമിക്കൽ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ ചോദിച്ച ഇയറുകളുണ്ട്. അതായത് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ പറ്റി മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, ബാക്കി ഒരു ടോപ്പിക്ക് അവർ ടച്ച് ചെയ്തിട്ടില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഇയറുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജൻ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു മാർക്കിന് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണെന്ന് നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. റിയാക്ഷനകത്ത് തീർന്നു പോകുന്ന ആൾക്കാരാണ് ലിമിറ്റിംഗ് റിയേജൻ്റ്. അപ്പോൾ അതിനെപ്പറ്റി മാത്രം സംസാരിച്ചാൽ മതി. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് എത്ര ഉണ്ടായെന്ന് പറയുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ മോൾ കൺസെപ്റ്റ്, ലിമിറ്റിംഗ് റിയേജൻ്റ് ഇതൊക്കെ നമുക്ക് എൻട്രൻസ് ബേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ നമ്മൾ ഈ കേസിൽ മോൾ കൺസെപ്റ്റിന് അത്ര വലിയ പ്രാധാന്യമില്ല. 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് അതിനൊക്കെ 2, 3, 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്, മൊളാലിറ്റി. വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സെക്ഷനാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. 1 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നൊരു ടോപ്പിക്കല്ല. 2 എണ്ണം തന്നിട്ട് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് എണ്ണാൻ പറയും. അര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ റൂൾസ് മാത്രം പഠിച്ചു വെച്ച് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ നോക്കുക. ഒരുപാട് അങ്ങ് സ്ട്രെയിൻ കൊടുക്കണ്ട, കാരണം ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊരു ടോപ്പിക്കല്ല. പിന്നെ മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് +2 ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇതിനകത്ത് ആരാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? മൊളാലിറ്റിയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നത്. പിന്നെ ഡെഫിനിഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും സെക്ഷനാണ് നമുക്ക് 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അതിൽ കൂടുതലും വെയിറ്റേജ് വരുന്ന കെമിക്കൽ കോമ്പിനേഷൻ, എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. അത് മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. ബാക്കിയൊന്നും വെയിറ്റേജ് ഇല്ല എന്നല്ല, അത് 3ഉമാണ് നമുക്ക് വലിയ മാർക്കുകൾക്ക് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ 2ാമത്തെ ചാപ്റ്റർ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. അതിനകത്ത് കോണ്ടന്റ് നമ്പേഴ്സ്, പ്രിൻസിപ്പിൾ, അസിമുത്തൽ, മാഗ്നറ്റിക്, സ്പിൻ, ഈ 4 കോണ്ടന്റ് നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു വെക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ഈ കോണ്ടന്റ് നമ്പേഴ്സ് പോസിബിൾ ആണോ? കോണ്ടന്റ് നമ്പേഴ്സ് വന്നിട്ട് ഓർബിറ്റൽസിൻ്റെ എണ്ണം എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ കോണ്ടന്റ് നമ്പേഴ്സ് വന്നിട്ട് കോണ്ടന്റ് നമ്പേഴ്സ് വന്നിട്ട് എത്ര നോഡുണ്ട്, റേഡിയൽ നോഡുണ്ട്, ആംഗുലാർ നോഡുണ്ട്, ടോട്ടൽ നോഡുണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. അത് ഞാനിവിടെ പ്രോബ്ലംസ് എന്നും പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കോണ്ടന്റ് നമ്പേഴ്സ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. റൂൾസ് ഓഫ് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസിൽ നമുക്ക് 3 റൂൾസ് വരുന്നുണ്ട്. ആഫ്ബ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ 3 റൂൾസും ഓരോ മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിച്ചിട്ടില്ല. എന്നാൽ ഹൺസ് റൂൾ മാത്രം 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന, അതിൽ ഹൺസ് റൂൾ മാത്രം 2 മാർക്കിനും 2.5 മീൻസ് എന്താണ് റൂള്, പിന്നെ ഒരു അതിനകത്ത് റൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഫൈയും സൈ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. വലിയ എക്സ്പ്ലനേഷനൊന്നുമില്ല, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാലും പല വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഫൈയും സൈ സ്ക്വയറും. ഓക്കെ. മീനിങ് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ സ്കെച്ച് ദി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ 1s-നെയോ 2s-നെയോ വരയ്ക്കാൻ, അല്ലെങ്കിൽ PX, PY, PZ അത് നമുക്ക് ചോദിച്ചിട്ടില്ല. DX² - Y², ഡിയുടെ 5 ഓർബിറ്റൽസ് ഇല്ല, അതും 1s, 2s ഇതാണ് നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് പറയുമ്പോൾ കോണ്ടന്റ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ, ബോറിൻ്റെ ആറ്റം മോഡൽ, ദെൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ, എന്താണ് ബോർ ആറ്റം മോഡൽ, എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക്, ഒരെണ്ണമുണ്ട്, എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതെല്ലാം നമുക്ക് ഓരോ മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ, എന്താണ് അൺസർട്ടനിറ്റി റൂൾ, ഇതൊക്കെ നമുക്ക് ഓരോ മാർക്കിന് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. ഓക്കെ. എന്താണ് ഇക്വേഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് എഴുതിയാൽ നമുക്ക് 1 മാർക്കും കിട്ടും. തിയറി മാത്രം എഴുതാൻ നിൽക്കരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടേ പോവാം. പിന്നെ വരുന്നത് റുദർഫോർഡിൻ്റെ മോഡലാണ്. അറിയാലോ, മറ്റേ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ഒബ്സർവേഷൻ, കൺക്ലൂഷൻ, ആറ്റം മോഡൽ 3 നോക്കി വെച്ചേക്കണം. കൺക്ലൂഷനും ആറ്റം മോഡലാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നത്. ചോദിച്ചാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ കാഥോഡ് റേ, ആനോഡ് റേ, അതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് ആനോഡ് റേ, എന്താണ് കാഥോഡ് റേ, ഓരോ 4 പോസ്റ്റ്ലേറ്റ്സ്, ആനോഡ് റേയുടെ 4 കാര്യങ്ങൾ, കാഥോഡ് റേയുടെ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രയും പ്രോബ്ലംസും. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക്, ലൈൻമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അതിൻ്റെ ഓരോ റീജിയൻസും N1-ൻ്റെ N2-ൻ്റെ വാല്യൂവും പഠിച്ചു വെച്ചേക്കാം. അതിനുശേഷം പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രയുടെ മാത്രമല്ല, ഡി ബ്രോഗ്ലി ഇക്വേഷൻ്റെ പ്രോബ്ലം ഉണ്ട്, ദെൻ കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ പ്രോബ്ലം ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാനിതോടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രയുടെ പ്രോബ്ലം ഉണ്ട്, പ്ലാങ്ക്സ് നമ്മുടെ ഹെൻസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ അതിൻ്റെ ഉണ്ട്, ദെൻ ഡി ബ്രോഗ്ലി ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, ദെൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഈ 4 പ്രോബ്ലംസും പിന്നെ ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ട് മറ്റേ റേഡിയസോ എനർജിയോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞാനവിടെ പറയാത്തത്.
കേട്ടോ. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രയും അതിൻ്റെ പ്രോബ്ലംസും. പിന്നെ പീരിയോഡിക് ടേബിളാണ്. പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ്, നമുക്ക് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ആറ്റോമിക് സൈസ്, പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ എൻതാൽപ്പി, ആ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെച്ചേക്കുക. ഗ്രൂപ്പിലെയും പീരീഡിലെയും വേരിയേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ മോഡേൺ പീരിയോഡിക് ലോ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് 2 or 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്? പിന്നെ അറ്റോമിക്, അയോണിക്, അയണൈസേഷൻ എനർജി ബേസ്ഡ് പ്രോബ്ലംസ്. അതായത് അറ്റോമിക് സൈസ്, ആർക്കാണ് സൈസ് കൂടുതൽ, അല്ലെങ്കിൽ അയോൺസ് വന്നിട്ട് ആർക്കാണ് സൈസ് കൂടുതൽ, അല്ലെങ്കിൽ അയണൈസേഷൻ, ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആർക്കാണ് കൂടുതൽ, സെക്കൻഡ് അയണൈസേഷൻ എനർജി ആർക്കാണ് കൂടുതൽ, അങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ തന്നെയാണ്. ഒരുപാടും ചോദിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിനും 1 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, നെയിമിംഗ് ഓഫ് എലമെന്റ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ മെന്റലീവിൻ്റെ ക്ലാസിഫിക്കേഷൻ. കുറേ പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഇല്ലേ, അതെന്താണെന്ന് ഓർത്ത് വെച്ചേക്കുക. 1 മാർക്കിനും 2 മാർക്കിനും 4 പോയിന്റ് വീതം പഠിച്ചു വെച്ചേക്കുക. പിന്നെ നെയിമിംഗ് ഓഫ് എലമെന്റ് ഇസ് ഗ്രേറ്റർ ദാൻ 100. അറ്റോമിക് നമ്പർ 100ന് മുകളിൽ വരുന്ന എലമെന്റ്സ് നെയിം ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ചോദിച്ചാൽ 1 മാർക്കിനായിരിക്കും. ഒരുപാട് വട്ടം ചോദിച്ചിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം റിപ്പീറ്റ് ചെയ്യുന്നൊരു സെക്ഷനാണ് അറ്റോമിക് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 100. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, അതിൻ്റെ അങ്ങേ വർഷം ചോദിച്ചിട്ടില്ല, 2018 അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടുള്ളൂ. ഒക്ടറ്റ് റൂൾ ഉണ്ട്, കോവാലൻ്റ് ആൻഡ് അയോണിക് ബോണ്ട് ഉണ്ട്. ഒക്ടറ്റ് റൂൾ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കോവാലൻ്റ് ബോണ്ട്, അയോണിക് ബോണ്ടിൻ്റെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എന്താണ് കോവാലൻ്റ് ബോണ്ട്, എന്താണ് അയോണിക് ബോണ്ട് എന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇത് നമുക്ക് ഡിഫറൻസ് ആയിട്ട് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ, ഒക്ടറ്റ് റൂൾ എന്താണെന്ന്. അതിനപ്പുറത്തോട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ റെസൊണൻസ് ഓഫ് O3, ഇത് നമുക്ക് പല വർഷങ്ങളിലും മോഡലിലൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും. O3യുടെ റെസൊണൻസ് വരയ്ക്കാൻ 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിനാണ്. പിന്നെ ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് എനർജി, ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എനർജി, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. എന്താണെന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി, 1 മാർക്കിന് ചോദിക്കും. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ പൊളാരിറ്റി ആൻഡ് ഡൈപോൾ മൊമെൻറ്റ്, അത് കുറച്ച് ആൾക്കാരുടെ പൊളാരിറ്റിയും ഡൈപോൾ മൊമെൻറ്റും പഠിച്ച് വെച്ചേക്കണം. അത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 1 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR ആൻഡ് MO, VSEPR തിയറിയുടെയും MO തിയറിയുടെയും കുറച്ച് പോസ്റ്റുലേറ്റ്സ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ MO ഡയഗ്രാം നോക്കുക. ഓക്കെ, ദെൻ VSEPR തിയറി വെച്ചിട്ട് കുറച്ച് ആൾക്കാരുടെ ഷേപ്പും ഹൈബ്രിഡൈസേഷനും, കുറച്ച് ആൾക്കാരുടെ ഷേപ്പ് പിന്നെ ഹൈബ്രിഡൈസേഷൻ, അതുകൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അത്രയുമാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. 17 ക്വസ്റ്റ്യൻസ് ആണ്. ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട്. ഇത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ എത്ര മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത 18 മുതൽ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകും. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൈബ്രിഡൈസേഷൻ ഓഫ് PCl5 SF6 CH4 H2 NH3. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിലേതെങ്കിലും ഒരു മോളിക്യൂളിൻ്റെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഹൈബ്രിഡൈസേഷനും ഷേപ്പും കണ്ടുപിടിക്കാനായിട്ട്. നമ്മളത് ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സിഡൻറ്റ് സ്റ്റേറ്റും ഒക്കെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അത് ചിലപ്പോൾ PCl5 ആയിരിക്കാം, SF6 ആയിരിക്കാം, CH4 ആയിരിക്കാം, H2 ആയിരിക്കാം, NH3 ആയിരിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കും. ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പിന്നെ വരുന്നത് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് ആൻഡ് ഹൈഡ്രജൻ ബോണ്ടാണ്. ഈ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഹൈബ്രിഡൈസേഷനിൽ വരുന്നത്. 2 രീതിയിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പും ഉണ്ട്, സൈഡ് വൈസ് ഓവർലാപ്പും ഉണ്ട്. ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ആണെങ്കിൽ നമുക്ക് അതിന് സിഗ്മ ബോണ്ട് കിട്ടും, സൈഡ് വൈസ് ഓവർലാപ്പ് ആണെങ്കിൽ പൈ ബോണ്ട് കിട്ടും. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓവർലാപ്പിംഗ് ഉണ്ട്? ഹെഡ് ടു ഹെഡ് ഉണ്ട്, സൈഡ് വൈസ് ഓവർലാപ്പ് ഉണ്ട്. ഹെഡ് ടു ഹെഡ് 3 ഉണ്ട്, SS ഉണ്ട്, SP ഉണ്ട്, PP ഉണ്ട്. മറ്റേത് സൈഡ് വൈസ് മാത്രം, PP ഓവർലാപ്പിംഗ് മാത്രം. അപ്പം അത് മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് അട്രാക്ഷനാണ്. ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ അവർ പോലുള്ള ആൾക്കാരുമായിട്ട് 1 മാർക്കിനോ 2 മാർക്കിനോ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാമോളിക്കുലാറും ഇന്റർമോളിക്കുലാറും ഉണ്ട്. അതിൻ്റെ എഫക്റ്റാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. H2 എന്തുകൊണ്ട് ലിക്വിഡായി? H2S ഗ്യാസ് ആണ്, H2യുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലനേഷനിൽ നമുക്ക് പറയാം. അപ്പം അത്രയുമാണ് നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ പോർഷൻസ് ആണ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് വരുന്നത് എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അഡയബാറ്റിക്, ഐസോതെർമൽ. എക്സ്റ്റെൻസീവ്, ഇൻറ്റൻസീവ് എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. എക്സാമ്പിൾ സഹിതം പഠിക്കണം. 2ൻ്റെയും കൂടെ പഠിച്ചു വെക്കരുത്. എക്സ്റ്റെൻസീവിൻ്റെ മാത്രം പഠിച്ചു വെക്കുക, ബാക്കിയെല്ലാം ഇൻറ്റൻസീവ് ആണെന്ന് പഠിക്കുക. ഓക്കെ, മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതും. പിന്നെ അഡയബാറ്റിക്, ഐസോതെർമൽ 2 പ്രോസസ്സ് ഉണ്ട്. ഐസോതെർമൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും അഡയബാറ്റിക് കോൺസ്റ്റൻറ്റ് ഹീറ്റ് എനർജിയിലും.
ഓക്കെ. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. സൈക്ലിക് പ്രോസസ്സ് എന്താണ്, ആ സൈക്ലിക് പ്രോസസ്സിൽ എന്താണ് സീറോ ആവുന്നത്, എന്തൊക്കെ സീറോ ആവാതിരിക്കും, കണ്ടീഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൻ്റെ 3 ലോസ്. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്. ഫസ്റ്റ് ലോയിൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. സെക്കൻഡ് ലോയിൽ ലോ ഓഫ് നോൺ കൺസർവേഷൻ ഓഫ് എൻട്രോപ്പിയാണ്. തേർഡ് ലോയിൽ നമുക്ക് വരുന്നത് മറ്റേ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഒരു സോളിഡിൻ്റെ എൻട്രോപ്പി എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ. അപ്പം 3 ലോസും പഠിച്ചു വെച്ചേക്കുക, ഏതെങ്കിലും ഒരു ലോ. അതിൽ ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോർമുല കൂടെ പഠിച്ചു വെച്ചേക്കുക, ഡെൽറ്റ യു = Q+W. പിന്നെ വരുന്നത് ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പിയാണ്. ഇന്റേണൽ എനർജിയിൽ യു ഇന്റേണൽ എനർജിയാണ്. അത് ഇന്റേണൽ എനർജി എന്താണ്, എന്തൊക്കെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കുക. എൻതാൽപ്പി എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇക്വേഷൻ എന്താണ്. എൻട്രോപ്പി എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇക്വേഷൻ എന്താണ്. ഓക്കെ. പിന്നെ സ്പോണ്ടേനിറ്റിയും ഗിബ്സ് ഫ്രീ എനർജിയും. എന്താണ് സ്പോണ്ടേനിറ്റി, ഗിബ്സ് ഫ്രീ എനർജിയുമായിട്ടുള്ള അതിൻ്റെ റിലേഷൻ എന്താണ്, ഗിബ്സ് ഫ്രീ എനർജി എങ്ങനെയാണ് സ്പോണ്ടേനിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആ കേസെല്ലാം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് പഠിച്ചിട്ടില്ലേ, അത് തന്നെ. പിന്നെ ഹെസസ് ലോയും ബോൺ ഹേബർ സൈക്കിൾ. ഹെസസ് ലോ വെച്ചിട്ട് ക്വസ്റ്റ്യൻ മസ്റ്റാണ്, ചോദിച്ചാൽ 3 മാർക്ക്. പിന്നെ ബോൺ ഹേബർ സൈക്കിൾ, അത് 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഹെസസ് ലോ ചോദിച്ചാൽ ബോൺ ഹേബർ സൈക്കിൾ ചോദിക്കില്ല. ബോൺ ഹേബർ സൈക്കിളാണ് ചോദിക്കുന്നതെങ്കിൽ ഹെസസ് ലോ ചോദിക്കില്ല. അപ്പോൾ തെർമോഡൈനാമിക്സിൽ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെത്. അല്ലാതെ കുറേ എക്സാമ്പിൾസ് വന്നിട്ട് എക്സ്റ്റെൻസീവ് ഇൻറ്റൻസീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. അപ്പം അത് ചോദിച്ചു കഴിഞ്ഞാലും 2 മാർക്ക്. പിന്നെ അഡയബാറ്റിക് ഐസോതെർമലിൻ്റെ കണ്ടീഷൻ എഴുതാനായിരിക്കും 1 മാർക്ക് അല്ലെങ്കിൽ അര മാർക്ക്, അതിനപ്പുറത്തോട്ട് ചോദിച്ചിട്ടില്ല. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ, അതും ഇതേ കണക്കിന് ഡെഫിനിഷൻ പോലെ 1 മാർക്കിനെ ചോദിച്ചിട്ടുള്ള, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻ, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ സൈക്ലിക് പ്രോസസ്സ്, എന്താണ് സൈക്ലിക് പ്രോസസ്സ്, അതും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വലിയ മാർക്കിനൊന്നും ഇവിടുന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, ഇതും ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ലോ എന്താണ്, സെക്കൻഡ് ലോ എന്താണ്, തേർഡ് ലോ എന്താണ്, ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്താണ്, ഇതെല്ലാം ഓരോ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഇവിടെ മാത്രം 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാം. അതിൽ മിക്ക കേസിൽ നമുക്ക് എൻട്രോപ്പി എന്താണെന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് 3 ചോദിക്കുന്നത്. ഇന്റേണൽ എനർജി എന്താണ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻതാൽപ്പി എന്താണത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്. 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എന്താണെന്നും എഴുതണം, ഇക്വേഷനും എഴുതണം. എങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ മാർക്കും തരാൻ അവർക്ക് തോന്നത്തുള്ളൂ കേട്ടോ. പിന്നെ സ്പോണ്ടേനിറ്റിയും ഗിബ്സ് ഓഫ് എനർജിയും, ഇത് നമുക്ക് സ്പോണ്ടേനിറ്റി എന്താണ്, ഡിഫറെൻറ്റ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ്, ഗിബ്സ് ഓഫ് എനർജി എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു, 2 മാർക്കിനോ 3 മാർക്കിനോ 1 മാർക്കിനോ 3 ചോദിക്കാറുണ്ട്. പിന്നെ ഹെസസ് ലോ, ബോൺ ഹേബർ സൈക്കിൾ. ഹെസസ് ലോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബോൺ ഹേബർ സൈക്കിൾ 3 or 2 മാർക്കിൻ്റെ. ഇത് ചോദിച്ചാൽ ഇത് ചോദിക്കില്ല, ഇത് ചോദിച്ചാൽ ഇത് ചോദിക്കില്ല. ഇത്രയുമാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഇക്വിലിബ്രിയത്തിലോട്ടാണ്. അതിനകത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KP/KC. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് 27ാമത്തെ ടോപ്പിക് ക്വസ്റ്റ്യൻ ആയിട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്, KPയും KC എഴുതാൻ ചോദിക്കും. അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ KPയും KCയും കണ്ടുപിടിക്കാൻ ചോദിക്കും. മസ്റ്റാണ്, ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് KPയും KC എന്താണെന്നുള്ളത്. പിന്നെ വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC. KPയും KC എന്നുള്ള റിലേഷൻ, അതായത് ഒരു ഇക്വേഷൻ തന്നിട്ട് ഇവിടുത്തെ KPയുടെയും KCയുടെയും റിലേഷൻ എന്താണെന്ന് ചോദിക്കും. അത് മസ്റ്റായിട്ട് എഴുതേണ്ടി വരും. 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും അതേ കണക്ക് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലേ ഷാഡ്ലർ പ്രിൻസിപ്പിൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് 2 മാർക്ക്, അതിൽ കുറഞ്ഞ് ചോദിച്ചിട്ടില്ല. പിന്നെ ലേ ഷാഡ്ലർ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്ക്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഷുവറാണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആസിഡ്സ് ആൻഡ് ബേസസ്, അവിടെ നമുക്ക് ആസിഡിൻ്റെ ബേസിൻ്റെ കൺസെപ്റ്റ് ഓരോ മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ആസിഡ് ബേസിൽ തന്നെ നമുക്ക് ലൂയിസ് ആസിഡ്സിൻ്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിനൊക്കെ അല്ലെങ്കിൽ അര മാർക്കിന്. ലൂയിസ് ആസിഡിന് ഒരു എക്സാമ്പിൾ, ലൂയിസ് ബേസിന് എക്സാമ്പിൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ലൂയിസ് ആസിഡ് ബേസ് കൺസെപ്റ്റ് എന്താണെന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാനായിട്ട് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ pH ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് 1 മാർക്കിനോ 2 മാർക്കിനോ മാക്സിമം. പിന്നെ ബഫർ സൊല്യൂഷനും സോലിബിലിറ്റി, അതിൽ ബഫർ സൊല്യൂഷൻ എന്താണെന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോലിബിലിറ്റി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സോലിബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും ഓരോ മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോലിബിലിറ്റി ആൻഡ് സോലിബിലിറ്റി പ്രൊഡക്റ്റ്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് നമ്മൾ KSP എന്നാണ് വിളിക്കുന്നത്, സോലിബിലിറ്റി പ്രൊഡക്റ്റ്.
പിന്നെ വരുന്നത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ ബാലൻസിങ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മെത്തഡ് ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തഡും ഡോണർ പെർ മെത്തഡ്. 2 മെത്തഡ് നമ്മൾ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക നിങ്ങൾ. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഡോണർ പെയറും ഹാഫ് റിയാക്ഷൻ. പിന്നെ ഇവിടുന്ന് സ്റ്റോക്ക് നൊട്ടേഷൻ ആണ്. അത് 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 എക്സാമ്പിൾ കാണും, അര മാർക്ക് വെച്ച് 1 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. സിമ്പിളാണ്, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. പിന്നെ റിഡോക്സ് റിയാക്ഷൻസ്, 4 റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. 4 എന്താണെന്ന് മാത്രം 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മാർക്കിന് എന്താണ് ഓരോന്ന് വെച്ചാൽ, ഇപ്പോൾ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ആണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ 1 മാർക്കിനായിരിക്കും. 4 എണ്ണം ചോദിച്ചാൽ 4 മാർക്കിനായിരിക്കും, ഓരോ മാർക്ക് വീതവും ഓരോണ്ണത്തിന്. പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ, അതായത് ഒരെണ്ണം തന്നിട്ട് ഓക്സിഡേഷൻ കണ്ടുപിടിക്കുക, റിഡക്ഷൻ കണ്ടുപിടിക്കുക, ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്, അതിൻ്റെ ചാർജ് എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അത് ഓരോ മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അടുത്ത സെക്ഷനിൽ വരുന്നത്. 36 ക്വസ്റ്റ്യൻ, 14 ക്വസ്റ്റ്യനുകളുണ്ട്. ആ 14 ക്വസ്റ്റ്യനും ഓർഗാനിക്കിൽ വരുന്നതാണ്. ഓർഗാനിക്കിൻ്റെ ആദ്യത്തെ പോർഷനും രണ്ടാമത്തെ പോർഷനും, ഓർഗാനിക്കിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസും പിന്നെ ഹൈഡ്രോ കാർബൺ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അടുത്ത സെക്ഷനിലായിട്ട് വരുന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ട് കളയരുത് നിങ്ങൾ. എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചിട്ട് പോയാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് 50-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും. നിങ്ങൾ തന്നെ ഇത് ടോപ്പിക് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളിത് കാണും. ഓക്കെ, ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഇത്രയും ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യനോട് പോകും. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഹൈഡ്രോ കാർബൺസ് ആണ് ഞാൻ ആദ്യം എടുത്തേക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് പറഞ്ഞേക്കുന്നത്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞേക്കുന്നത് കേട്ടോ. അതിൽ ഹൈഡ്രോ കാർബൺസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ വുഡ്സ് റിയാക്ഷൻ ആൻഡ് കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വുഡ്സ് റിയാക്ഷൻ നമുക്ക് പല ക്വസ്റ്റ്യനിലും 1 മാർക്കിന് ഒത്തിരി വട്ടം ചോദിച്ചതാണ്. അത് ഇക്വേഷൻ തന്നിട്ട് ഫില്ല് ചെയ്യാനായിരിക്കും, പ്രൊഡക്റ്റ് ഫില്ല് ചെയ്യാനായിരിക്കും പറഞ്ഞേക്കുന്നത്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെയാണ് കോപ്സ് ഇലക്ട്രോളിസിസും. കോപ്സ് ഇലക്ട്രോളിസിസും നമുക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേസാണ്. രണ്ടും നമുക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്ത് വരുന്നത് NaOH-ഉം CaOയും. ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്ന കേട്ടോ, NaOH-ഉം COയും. NaOH-ഉം CO എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഡീകാർബോക്സിലേഷൻ ചെയ്യുന്ന റിയേജൻ്റ് ആണ്. ആ റിയേജൻ്റ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് NaOH-ഉം COയും. അപ്പോൾ ഈ 3 എണ്ണം, വുഡ്സ് റിയാക്ഷൻ, കോപ്സ് ഇലക്ട്രോളിസിസ്, NaOH, CO, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. 3ഉം ചോദിക്കാം, അല്ലാതെ 3-ന്ന് ഓരോന്നല്ല, 3-ൽ ഏത് വേണമെങ്കിലും ചോദിക്കാം, 3 ഒരുമിച്ചും ചോദിക്കും, ഡിപ്പെൻസ്. ഓരോ മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കും, പേടിക്കേണ്ട. പിന്നെ ചില കേസിലൊക്കെ വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമായിട്ട് ചില കേസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വുഡ്സ് റിയാക്ഷൻ, കോപ്സ് ഇലക്ട്രോളിസിസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് കൺഫർമേഷൻ ഓഫ് ആൽക്കൈൻസ് ആണ്. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആൽക്കൈൻസിൻ്റെ കേസിൽ കൺഫർമേഷൻ പോസിബിൾ ആണ്. ന്യൂമാൻ, സാഹോൾസ്, അങ്ങനെ 2 കൺഫർമേഷൻ ഉണ്ട്. എക്ലിപ്സിലും സ്റ്റാഗേർഡും 2 ഉണ്ട്. ഇതിൻ്റെ മാത്രമേ പഠിക്കാനുള്ളൂ. കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ വരുന്നത് കമ്പഷൻ, ആരോമറ്റൈസേഷൻ, ഐസോമറൈസേഷൻ ആണ്. ഇത് 3ഉം ആൽക്കൈൻ്റെ കേസിൽ വരുന്ന റിയാക്ഷനാണ്. കമ്പഷൻ, ആരോമറ്റൈസേഷൻ, ഐസോമറൈസേഷൻ. കമ്പഷൻ ഓക്സിജൻ കൊടുത്ത് ചൂടാക്കുന്നു. ആരോമറ്റൈസേഷൻ മറ്റേ വനേഡിയം പെൻഡോക്സൈഡ്, മോളിബ്ഡൻ ട്രയോക്സൈഡ്, ക്രോമിയം ട്രയോക്സൈഡ്. അത് ഐസോമറൈസേഷൻ മറ്റേ AlCl3 പിന്നെ HCl. ഓക്കെ, പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. അത് ഓരോ മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അതിനപ്പുറത്തോട്ട് വേറൊരു ചോദ്യം പോസിബിൾ അല്ല. പിന്നെ ജോമെട്രിക്കൽ ഐസോമർ ഓഫ് ആൽക്കീൻ. ഇനി അങ്ങോട്ട് ആൽക്കീൻ ആണ് പറയുന്നത്, ആൽക്കൈൻ ആണ്. ജോമെട്രിക്കൽ ഐസോമർ ഓഫ് ആൽക്കീൻ, അതായത് ഡബിൾ ബോണ്ട് വരുന്ന ആൾക്കാരുടെ ജോമെട്രിക്കൽ ഐസോമർസ്. ഡബിൾ ബോണ്ട് വരുന്ന കേസിൽ മാത്രമേ നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസ് ഉള്ളൂ, സിസും ട്രാൻസും. അത് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. പ്രിപ്പറേഷനകത്ത് ആൽക്കഹോളിക് AOH, ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ്, കോൺസെൻട്രേറ്റഡ് H2SO. അപ്പോൾ ഇത് 3 മാത്രം നോക്കിയാൽ മതി. ആൽക്കഹോളിക് AOH വഴി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ലില്ലാർഡ്സ് കാറ്റലിസ്റ്റ് വഴി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കോൺസെൻട്രേറ്റഡ് H2SO വഴി എങ്ങനെ ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ മാർക്കോണിക്സ് ഓഫ് റൂൾ, പെറോക്സൈഡ് എഫക്ട്, ഓസോണോളിസിസ്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മാർക്കോണിക്സ് ഓഫ് റൂൾ സ്ഥിരം ചോദിക്കുന്നതാണ്, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന്. മാർക്കോണിക്സ് ഓഫ് റൂൾ, പെറോക്സൈഡ് എഫക്ട്, അത് ഡെഫിനിഷൻ ചോദിക്കാം, ഇക്വേഷൻ എഴുതാനും ചോദിക്കാം. ഓസോണോളിസിസ്, ഓസോൺ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. ദെൻ സൈക്ലിക് പോളിമറൈസേഷൻ മാത്രം ആൽക്കൈൻ്റെ കേസിൽ നോക്കിയാൽ മതി. പിന്നെ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ 2 രീതിയിൽ നമ്മൾ ബെൻസീനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ 2 രീതി നമുക്ക് വേണം. പിന്നെ ബെൻസീൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, മറ്റേ ഹാലജനേഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ, ഫെഡറൽ ക്രാഫ്റ്റ്. അത് പിന്നെ അഡിഷൻ റിയാക്ഷൻ ഒരു 3 എണ്ണം ഉണ്ട്. ആ അഡിഷൻ റിയാക്ഷൻ വേണം നമുക്ക്. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റേ ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് വരുന്നത് നെയിമിംഗ് ആണ്. ഇപ്പം നെയിമിങ്ങിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത് എല്ലാ നെയിമിങ്, അത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. നെയിമിങ് ഫുള്ള് സൈക്ലിക് ഉൾപ്പെടെ നമുക്ക് വേണം. പിന്നെ ഐസോമറൈസേഷൻ, അതിനകത്ത് സ്ട്രക്ചറിൽ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അതായത് ചെയിൻ ഐസോമർസം, പൊസിഷൻ ഐസോമർസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം, മെറ്റാമർസം, 4 എണ്ണം.
പിന്നെ ഹോമോളിസിസും ഹെട്രോളിസിസും അത് നമ്മുടെ റിയാക്ഷൻ മെക്കാനിസത്തിൽ വരുന്നതാണ്. ഹോമോളിസിസ്, ബോണ്ട് ബ്രേക്കേജും ഹെട്രോളിസിസ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇൻ്റർമീഡിയറ്റ്സ്, 3 ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ട്. കാർബോകാറ്റോൺ, കാർബാനിയോൺ, ഫ്രീ റാഡിക്കൽ. 3ൻ്റെയും സ്റ്റെബിലിറ്റി കാര്യങ്ങൾ കുറേ എണ്ണം തന്നിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എഴുതാൻ പറയാം. എന്താണ് ഇൻ്റർമീഡിയറ്റ്, ഏത് വഴിയാണ് ഉണ്ടാവുന്നത്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 3-4 മാർക്കിനൊക്കെ ചോദിക്കാം. ABC എന്നും പറഞ്ഞു. പിന്നെ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ സ്ഥിരം ചോദിക്കുന്നതാണ് 2 മാർക്കിന്. ഇലക്ട്രോഫൈൽ എന്താണ്, ന്യൂക്ലിയോഫൈൽ എന്താണ്, ഒരു എക്സാമ്പിൾ എഴുതാം. സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ സെപ്പറേഷൻ ടെക്നിക്സ്, 5 സെപ്പറേഷൻ ടെക്നിക്സ് ഉണ്ട്. 5 എണ്ണത്തിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക് അല്ല, പക്ഷേ എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ്. 2 മാർക്കിനോ 1 മാർക്കിനോ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവിൽ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ലെസിഗ്നസ് ടെസ്റ്റ് മാത്രം മറ്റേ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വരുന്ന മാത്രം ചോദിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് ക്യാരിയസ് മെത്തേഡും ഡൂമാസ് കേജാർസ് ഈ 2 മെത്തേഡും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 50 ക്വസ്റ്റ്യൻ 50 നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 50-ൽ കൂടുതൽ മാർക്ക് എന്തായാലും കിട്ടും. 50-ൽ കൂടുതൽ മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചിട്ട് പോകും.